ഹായ് ഹലോ. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും അനിയക് എഡ്യൂടെക് എന്ന് പറഞ്ഞ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിങ് എത്തി. ഇനി നമുക്ക് അധികം ദിവസങ്ങളില്ല ഓണം എക്സാമിന് വേണ്ടി. അപ്പോൾ നമുക്കതിന് എത്രയും പെട്ടെന്ന് അതിന് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് മാക്സിമം മാർക്കായ ഫുൾ മാർക്ക് തന്നെ നമുക്ക് മേടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബയോളജി എക്സാമിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്കറിയാം നിങ്ങളുടെ ബയോളജി എക്സാമിന് ഏകദേശം 3 ചാപ്റ്ററുകളാണുള്ളത്. അപ്പോൾ നമ്മളതിൽ ഇന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസ് ആണ്. അതായത് മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോർഷനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഒട്ടും ടൈം കളയാനില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ പേര് തന്നെ എന്താണ്? സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. അപ്പോൾ ആ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കായ ന്യൂറോൺസിനെ പറ്റി തന്നെ നമുക്ക് നോക്കാം. ന്യൂറോൺസ് ഇല്ലാതെ എന്ത് ചോദ്യ പേപ്പർ അല്ലേ? നോക്കി, ഫസ്റ്റ് തന്നെ നോക്കാം. ഒരു പിക്ചർ കാണുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് പറയുന്ന ഈ പിക്ചർ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതായത് ഈ പിക്ചർ ഒബ്സർവ് ചെയ്തിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡന്റിഫൈ എ ആൻഡ് ബി. എയും ബിയും എന്താണെന്ന് തിരിച്ചറിയുക. ബി ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് ബി. ബി എന്ന് പറയുന്ന ആ ഓപ്ഷന്റെ ഏതെങ്കിലും 2 ഫങ്ഷനുകൾ എഴുതുക. ഓക്കെ, ശരിക്കും ഈ പിക്ചർ എവിടെ കിടക്കുന്നത്? നിങ്ങൾ ടെക്സ്റ്റിലെ കറക്റ്റ് പറയുകയാണെങ്കിൽ 9th പേജ്, 9ാമത്തെ പേജിൽ ചാപ്റ്റർ തുടങ്ങിയിട്ട് 3ാമത്തെ പേജ്, അതിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു പിക്ചറാണിത്. ഓക്കെ, അതിൽ എ പാർട്ട് എന്താണ്? ആക്സോൺ എന്ന് പറയുന്ന പാർട്ടാണ് എ. ബി എന്ന് പറയുന്നത് മൈലിൻ ഷീത്ത്. ആക്സോൺ എന്താണ് നമുക്കറിയാം. ആക്സോൺ എന്ന് പറയുന്നത് ന്യൂറോണിലാണ് കാണുന്നത്. എന്താണ്? ലോങ്സ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നുള്ള ഏറ്റവും നീളം കൂടിയ ഫിലമെന്റ് ആണ് എന്ത്? ആക്സോൺ. ഇനി അടുത്ത് നോക്കൂ, അടുത്ത പാർട്ട് എന്താണ്? മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്തിന്റെ 2 ഫംഗ്ഷനുകളെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കി, എന്താണ് ഒരു ഫംഗ്ഷൻ? പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. ആക്സോണിനായി ന്യൂട്രിയൻസും ഓക്സിജനും നൽകുന്നു. അടുത്തൊരു ഫംഗ്ഷൻ എന്താണ്? ആക്സിലറേറ്റ് ഇമ്പൾസസ്. ഇമ്പൾസസ് അഥവാ ആവേഗങ്ങളെ എന്ത് ചെയ്യുന്നു? ആക്സിലറേറ്റ് ചെയ്യുന്നു, അതിന്റെ വേഗത കൂട്ടുന്നു. വേറൊരു ഫംഗ്ഷൻ എന്താണ്? ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ ആൻഡ് പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. എന്താണ്? ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എന്താണ് ഇലക്ട്രിക് ഇൻസുലേറ്റർ? നമുക്കറിയാം, കറണ്ടിനെ കടത്തിവിടാത്തൊരു വസ്തുവാണ് എന്ത്? ഇലക്ട്രിക് ഇൻസുലേറ്റർ. അതായിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ എന്താ സഹായിക്കുന്നത്? പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നും എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും അനുയോജ്യമായിട്ടുള്ള 2 ഫങ്ഷൻസ്, നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന 2 ഫങ്ഷൻസ് എഴുതുക. ഇനി ഇപ്പോൾ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത വേറെ ഒന്നും കൊണ്ടല്ല, ന്യൂറോൺസ് എന്ന് പറയുന്ന ഭാഗത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കൂ. കോപ്പി ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ പാർട്ട് അക്കോർഡിംഗ് ടു ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൻ ബിലോ. എന്ത് ചെയ്യുക? ഈ പടം എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവർ പറയുന്നു ABC എന്ന് പറഞ്ഞ കുറച്ച് പാർട്ടുകളുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്തുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ എന്താണ്? പാർട്ട് വിച്ച് റിസീവ്സ് ഇമ്പൾസ്. ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ബി ക്വസ്റ്റ്യൻ എന്താണ്? പാർട്ട് വിച്ച് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സെൽ ബോഡി. സെൽ ബോഡിയിലേക്ക് ഇമ്പൾസസ് ക്യാരി ചെയ്യുന്ന പാർട്ട് ഏത്? സി ക്വസ്റ്റ്യൻ പാർട്ട് വിച്ച് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? അപ്പൊ നോക്കി, ഒന്നാമത്തത് പാർട്ട് വിച്ച് റിസീവ്സ് ഇമ്പൾസസ്. ഇമ്പൾസസ് റിസീവ് ചെയ്യുന്ന ന്യൂറോണിന്റെ പാർട്ട് ഏതാണ്? അത് ഡെൻഡ്രൈറ്റ് ആണ്. അടുത്തത് പാർട്ട് വിച്ച് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സെൽ ബോഡി. സെൽ ബോഡിയിലേക്ക് ഇമ്പൾസസ് കൊണ്ടുവരുന്ന പാർട്ട് ഏതാണ്? അതാണ് ആക്സോൺ. നമ്മൾ നേരത്തെ പറഞ്ഞു, ലോങ്സ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നുള്ള ഏറ്റവും നീളം കൂടിയ ഫിലമെന്റ് ആണ് എന്ത്? ആക്സോൺ. മറന്നു പോകരുത്. ദ പാർട്ട് വിച്ച് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? സിനാപ്റ്റിക് നോബ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാ പാർട്സിന്റെയും ഫങ്ഷൻസ് മെയിൻ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതൊക്കെ എവിടെയാണ് വരുന്നത്, അതിന്റെ പൊസിഷൻ അതും മെയിൻ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 4 മാർക്കാണ്.
ഡ്രോ ചെയ്യുന്നതിന് 1 മാർക്കും ബാക്കി അവയവങ്ങൾ അല്ലെങ്കിൽ പാർട്സ് അടയാളപ്പെടുത്തുന്നതിന് 3 മാർക്കും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഓക്കെ, വീണ്ടും കോപ്പി ദ ഡയഗ്രാം ആണ്. കോപ്പി ദ ഡയഗ്രാം ആൻഡ് സെലക്ട് ദ പാർട്സ് ഓഫ് ദ ന്യൂറോൺ ഫ്രം ദ ഫോളോയിങ് വിച്ച് റൈറ്റ് ഡൗൺ ദ ഫങ്ഷൻസ് ദാറ്റ് ഈച്ച് ഓഫ് ദം പെർഫോംസ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പടം വരയ്ക്കുക. എന്നിട്ട് അവിടെ നോക്കൂ, കുറച്ച് ABCDE എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ന്യൂറോണിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പാർട്സ് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതുക. നോക്കി, ഷോൺ സെൽസ് നമുക്കറിയാം ന്യൂറോണിലുള്ളതാണ്, ന്യൂറോണിൻ്റെ ഒരു പാർട്ടാണ്. ഡോഴ്സൽ റൂട്ട് ന്യൂറോണിലുള്ളതല്ല. ആക്സോണൈറ്റ്, യെസ്, ന്യൂറോണിൽ പ്രസൻ്റ് ആണത്. ഡെൻഡ്രൈറ്റ് ന്യൂറോണിലുണ്ട്, ഇപ്പോൾ പറഞ്ഞതുള്ളല്ലേ. ലാസ്റ്റ് വരുന്ന സെൻട്രൽ കനാലും ന്യൂറോണിൽ വരുന്നതല്ല. അപ്പോൾ ഓക്കെ, ഏതൊക്കെയാണ് വരുന്നത്? ഷോൺ സെൽ, ആക്സോണൈറ്റ് ആൻഡ് ഡെൻഡ്രൈറ്റ്. അതിൻ്റെയൊക്കെ പൊസിഷൻസ് എവിടെയാണ് നോക്കി വെച്ചിരിക്കുക, പാർട്സ് എവിടെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ ഫങ്ഷൻസിനെ പറ്റി നോക്കുക. ഷോൺ സെൽസ് ഫോം മൈലിൻ ഷീത്ത് ഇൻ നെർവ്സ്. എന്ത് ചെയ്യാണ് ഷോൺ സെൽസ്, എന്തിനാണ് സഹായിക്കുന്നത്? മൈലിൻ ഷീത്തുകളുടെ ഫോർമേഷന് വേണ്ടി സഹായിക്കുന്നു. നമ്മൾ നേരത്തെ തുടക്കത്തിനെ പറ്റി പറഞ്ഞു, മൈലിൻ ഷീത്തുകളുടെ ഫോർമേഷന് വേണ്ടി സഹായിക്കുന്നു. നോക്കൂ അടുത്തത്, ആക്സോണൈറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ആക്സോൺ ടു സിനാപ്റ്റിക് നോഡ് ഓർ സിനാപ്സ്. എന്ത് ചെയ്യുകയാണ്, ആക്സോണിൽ നിന്നും ഇമ്പൾസിന് എന്ത് ചെയ്യുന്നു, ക്യാരി ചെയ്യുന്നു. അടുത്തതാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് എന്തിനാ സഹായിക്കുന്നത്? റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻ ന്യൂറോൺ. അഡ്ജസൻ ന്യൂറോൺ എന്താണ്? തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൾസുകളെ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മെയിനായിട്ട് നിങ്ങൾ എല്ലാത്തിൻ്റെയും ഫങ്ഷൻസ് പഠിച്ചു വെച്ചിരിക്കുക, അത് എവിടെയൊക്കെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 21. Analyze the statement given in the box. Give the name of the layers as heading and complete the table. അപ്പോൾ ഇവർ കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ്സ് ഏതിലൊക്കെയാണ് വരുന്നത് 2 ബോക്സായിട്ട് തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ 2 ബോക്സിനും അനുയോജ്യമായ 2 ഹെഡിങ്ങുകൾ കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ സെയിം ചാപ്റ്ററിൽ തന്നെ ഉള്ള ഒരു മിക്സ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 ടോപ്പിക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു മിക്സ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. അപ്പം പ്രൊട്ടക്ട്സ് ന്യൂറോൺസ് ഫ്രം പ്രഷർ, ഷോക്സ് എക്സെട്ര. ന്യൂറോൺസിനെ എന്ത് ചെയ്യുന്നു, ഷോക്കുകളിൽ നിന്നും പ്രഷറിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നു. അത് ഏതൊരു അവയവത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു പാർട്ടിൻ്റെ ഫങ്ഷനാണ്. അടുത്ത, ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസ്. ഇമ്പൾസിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. അടുത്ത് നോക്കൂ, ലെയർ വിച്ച് പ്രൊട്ടക്ട് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയർ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയുള്ള 2 ടോപ്പിക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കണ്ടെയ്ൻസ് 3 മെമ്പറേനിയസ് ലെയേഴ്സ്. എന്ത് ചെയ്യുന്നു, 3 മെമ്പറേനിയസ് ആയിട്ടുള്ള ലെയേഴ്സ് ഉണ്ട്. അടുത്തത്, ലെയർ വിച്ച് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ. ബ്രെയിനെ കവർ ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് 2 ബോക്സ് ആയിട്ട് തിരിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് അതിന് അനുയോജ്യമായ ഹെഡിങ് കൊടുക്കുക. നോക്കാം ഏതൊക്കെയാണ്. ഒന്നാമത്തത്, അപ്പം നമുക്ക് വേണമെങ്കിൽ മൈലിൻ ഷീത്ത് എഴുതാം, അല്ലെങ്കിൽ മെഞ്ചസ്, നിങ്ങളുടെ സൗകര്യപ്രകാരം. അപ്പോൾ നോക്കുക, മൈലിൻ ഷീത്ത് ആണ് ആദ്യം എഴുതുന്നെങ്കിൽ, മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് ആണ് നേരത്തെ വായിച്ചത് ഫുള്ള്. തുടക്കം തൊട്ടേ പറയുന്നു. എന്താണ്? പ്രൊട്ടക്ട്സ് ന്യൂറോൺ ഫ്രം പ്രഷർ ഷോക്സ്. എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നും ന്യൂറോണിനെ സംരക്ഷിക്കുന്നു. ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസ്. ഇമ്പൾസിൻ്റെ സ്പീഡ് കൂട്ടുന്നു. ആക്സസ് ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്ത മെനിഞ്ചസ് നോക്കൂ. മെനിഞ്ചസ് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ചാപ്റ്ററിലെ വേറൊരു ടോപ്പിക്. അതിൽ വരുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന ലെയേഴ്സിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. ലെയർ വിച്ച് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ. ബ്രെയിനെ കവർ ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലെയറാണ്. ലെയർ വിച്ച് പ്രൊട്ടക്ട് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയറാണ്. കണ്ടെയ്ൻസ് 3 മെമ്പറേനിയസ് ലെയേഴ്സ്. ഈ മെനിഞ്ചസിൽ എത്ര ലെയേഴ്സ് ഉണ്ട്? 3 ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ,
ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു മൈലിൻ ഷീറ്റ് ഫ്രം ദോസ് ഗീവൻ ബിലോ. താഴെ പറയുന്നവരിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടെത്തുക. ഡെൻഡ്രോൺസ് ഓഫ് ആൾ ന്യൂറോൺസ് ആർ കവേർഡ് വിത്ത് മൈലിൻ ഷീത്ത്. Myelin sheath in the nerves are made up of Schwann cells, and that of the brain and spinal cords is formed of oligodendrocytes. Myelin sheath has dark color. Myelin sheath reduces the speed of impulses through axon. ഇപ്പം ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ഡി അല്ല, സ്പീഡ് കുറയ്ക്കുകയല്ല, കൂട്ടാണ് ചെയ്യുന്നത്. സി അല്ല, ഒരു വൈറ്റിഷ് ഷൈനീസ് സ്ട്രക്ചറാണ് മൈലിൻ ഷീത്തിന്. ഡെൻഡ്രോൺസ് ഓഫ് ആൾ ന്യൂറോൺസ് ആർ കവേർഡ് വിത്ത് മൈലിൻ ഷീത്ത് അല്ല. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ അല്ലെങ്കിൽ ഓപ്ഷൻ ഏതാണ്? മൈലിൻ ഷീത്ത് ഇൻ ദ നെർവസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഷോൺ സെൽ. ഷോൺ സെൽസ് വെച്ചാണ് മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്, നമുക്കറിയാം. അടുത്ത് നോക്കൂ, ദാറ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഓഫ് ഈസ് ഫോംഡ് ഓഫ് എന്ത് സെൽസ് ആണ് അല്ലെങ്കിൽ എന്ത് സൈറ്റ്സ് ആണ്? ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് വെച്ചാണ്. ഇവിടെ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. 25ാമത്തെ ചോദ്യം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് റിലേറ്റഡ് ടു മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്തിനെ സംബന്ധിച്ച കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചൂസ് ചെയ്യുക. മൈലിൻ ഷീത്ത് കവേഴ്സ് ദ ഡെൻഡ്രോൺസ് ഓഫ് ആൾ ന്യൂറോൺസ്. Schwann cells repeatedly encircles the axon to form myelin sheath. Myelin sheath has shiny color. Myelin sheath decreases the speed of impulses through axon. അപ്പം ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു മൈലിൻ ഷീത്തിന് ഒരു ഷൈനി സ്ട്രക്ചറാണ്. അപ്പം ഓപ്ഷൻ സി, മൈലിൻ ഷീത്ത് ഹാസ് ഷൈനി വൈറ്റ് കളർ. ഇനി എടുത്ത് നോക്കൂ, ഷോൺ സെൽ റിപ്പീറ്റഡ്ലി എൻസർക്കിൾ ദ ആക്സോൺ ടു ഫോം മൈലിൻ ഷീത്ത്. ആണോ? ആണ്. കാരണം ആക്സോണിൽ റിപ്പീറ്റഡ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? ഷോൺ സെൽ കവർ ചെയ്താണ് എന്തുണ്ടായിരിക്കുന്നത്? മൈലിൻ ഷീത്ത് ഉണ്ടായിരിക്കുന്നത്. ഇനി എടുത്ത് നോക്കൂ, മൈലിൻ ഷീത്ത് കവേഴ്സ് ദ ഡെൻഡ്രോൺസ് ഓഫ് ആൾ ന്യൂറോൺസ്. ആണോ? ഡെൻഡ്രോൺസിനെ കവർ ചെയ്യുന്നുണ്ടോ? ഇല്ല. മൈലിൻ ഷീത്ത് എവിടെ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ? ആക്സോണിനെ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 34. ഓക്കെ, ഈ 34ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ന്യൂറോൺസ് തന്നെ ഉള്ളതാണ്, പക്ഷേ അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അതായത് ഇന്റർ ന്യൂറോൺസ്, സെൻസറി ന്യൂറോൺസ്, കുറച്ചുകൂടെ പേജ് കുറച്ച് മാറ്റി മാറ്റി വരുമ്പോഴത്തേക്കും കാണാൻ പറ്റും. അതിൽ നിന്ന് എടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഇന്റർ ന്യൂറോൺ. ഇന്റർ ന്യൂറോണുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഈ താഴെ പറയുന്നതിൽ ഏതാണ്? കൺവേ മെസ്സേജ് ടു മസിൽസ്, കൺവേ മെസ്സേജസ് ടു സ്പൈനൽ കോഡ്, റാപ്പിഡ് റെസ്പോൺസ് ടു പ്രൊഡ്യൂസ് ഇൻ റിലേഷൻ ടു സെൻസർ ഇമ്പൾസസ്, കൺവേ ഇമ്പൾസസ് ടു റിസപ്റ്റേഴ്സ്. അപ്പോൾ ഇതിൽ ഏതാണ് വരുന്നത്? ഇതിൽ സി ആണ് വരുന്നത്. കാരണം ഇന്റർ ന്യൂറോണിന്റെ ഒരു മെയിൻ ഫങ്ഷൻ തന്നെ അതാണ്. എന്ത് ചെയ്യാണ്? റാപ്പിഡ് റെസ്പോൺസ് കൊടുക്കുക. എന്തിന്? സെൻസറി ഇമ്പൾസസ് തരുന്ന അല്ലെങ്കിൽ സെൻസറി ആയിട്ടുള്ള ഇമ്പൾസസിന് വേണ്ടി എന്ത് ചെയ്യുക? റാപ്പിഡ് റെസ്പോൺസ് കൊടുക്കുക. അതാണ് ഇന്റർ ന്യൂറോണിന്റെ ഒരു മെയിൻ ഫങ്ഷൻ. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ന്യൂറോൺസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് മാക്സിമം വരാൻ പറ്റിയ ചോദ്യങ്ങൾ. നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ കമന്റ് ഇടുക.